ചരിത്രവും ചരിത്ര പുസ്തകവുമൊക്കെ വസ്തുനിഷ്ഠമായിരിക്കണം. നമ്മളെപ്പോഴും ഈ സംഘപരിവാറെയും സംഘികളെയും ഒക്കെ ആക്ഷേപിക്കുന്നത് അവർ ചരിത്രം വളച്ചൊടിക്കുന്നു എന്നാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് മലയാളത്തിലൊരു ചരിത്ര പുസ്തകം ഇറങ്ങി. അത് മാഞ്ഞു പോകുന്ന ശംഖുമുദ്ര എന്ന പുസ്തകമാണ്. ഡോക്ടർ എം ജി ശശിഭൂഷണാണ് ആ പുസ്തകം എഴുതിയത്. നമുക്കറിയാം, എം ജി ശശിഭൂഷൺ നമ്മുടെ തിരുവിതാംകൂർ കൊട്ടാരവുമായി അടുത്ത്, അതായത് പ്രത്യേകിച്ച് കവടിയാർ കൊട്ടാരവുമായി ഏറ്റവും അടുത്ത് പെരുമാറിയിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ എം ജി ശശിഭൂഷണും കൊട്ടാരവുമായി അങ്ങ് തെറ്റി. കൊട്ടാരവുമായി തെറ്റിയപ്പോൾ കൊട്ടാരത്തിലെ ആളുകളൊക്കെ വളരെ മോശക്കാരായി. വളരെ മോശക്കാർ മാത്രമല്ല, അവിടുത്തെ തമ്പുരാട്ടിമാരൊക്കെ ഇനി ഇതിൽ പരം മോശക്കാരില്ല. ഇത് പറയുന്നത് മറ്റാരുമല്ല, തെക്കുംഭാഗം മോഹൻ എന്ന് പറഞ്ഞ മറ്റൊരു ചരിത്ര ഗവേഷകരും ചരിത്രകാരനുമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഗതിയെക്കുറിച്ച് കേൾക്കാം. ആദ്യം ആ വാക്കുകൾ കേൾക്കാം. അത് ബോറാണ്. കാരണം ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ പകർത്തി വെച്ചിരിക്കുകയാണ് പലതിൽ നിന്നും. അത് വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമല്ല. ചരിത്രം വസ്തുനിഷ്ഠമാകണം, ആത്മനിഷ്ഠവുമാകണം. അത് യാതൊരു യാഥാർത്ഥ്യ ബോധവുമില്ലാത്ത ചരിത്ര പുസ്തകമാണ്. അത് ഒരു പണ്ടത്തെ കൊച്ചു സീത, ആ സൈലമാലുവ, ആലപ്പി അഷറഫ്, ഇങ്ങനെ ചില ആൾക്കാരുണ്ടായിരുന്നു പണ്ട്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാനൊക്കെ വായിച്ച് പഠിച്ച ആ ഗ്രന്ഥങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കൊച്ചു പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിന് നമുക്കൊരു രസമുണ്ട്. അതാണ് വായന ഉണ്ടാക്കി തന്നത്. അതിന് അതേസമയം ഇതുവൻ്റെ പുസ്തകം വായിച്ചാൽ ഒരു ശൈലിയുമില്ല, ഒരു ക്രമവുമില്ല. അതാണ് ഇയാളുടെ പുസ്തകം. അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞതാണ്, 10 ദിവസത്തിനുള്ളിൽ ഇത് പിൻവലിച്ച് നിങ്ങൾ കേരള സമൂഹത്തോട് മാപ്പ് പറയണം, ഇല്ലെങ്കിൽ ഞാൻ എഴുതും. ഈ വാക്കുകളിൽ നിന്ന് എന്ത് വ്യക്തമായി? ഈ പുസ്തകത്തിന് യാതൊരു ക്വാളിറ്റിയുമില്ല. ഇങ്ങനെയാണോ ചരിത്രം എഴുതുന്നത്? ഈ തെക്കുംഭാഗം മോഹൻ സാറിൻ്റെ വേറൊരു പുസ്തകം ഈ അടുത്ത കാലത്ത് വന്നു. അതിന് എം ജി ശശിഭൂഷൺ ഒരു അവതാരിക എഴുതി കൊടുത്തു. ഈ അവതാരിക ഈ തെക്കുംഭാഗം മോഹൻ സാർ വായിച്ചു നോക്കി. ഇവർ രണ്ടുപേരും ചരിത്രകാരന്മാരാണ്. ഞാൻ ഈ ചരിത്ര കുതുകിയും അത്യാവശ്യം പുസ്തകം വായിക്കുന്നത് കൊണ്ടുമാണ് ഈ വിഷയം നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. ഇത് ഈ തെക്കുംഭാഗം മോഹൻ സാറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ പുസ്തകത്തിൻ്റെ അവതാരിക വായിച്ചു നോക്കിയപ്പോൾ ഇത് ഒരു നിലവാരവുമില്ല. 10ാം ക്ലാസ്സിലെ പിള്ളേർ ഇതിനേക്കാൾ നന്നായിട്ട് എഴുതും. ഇയാൾക്ക് ഡോക്ടറേറ്റൊക്കെ ഉണ്ട്, പിന്നെ സുഹൃത്താണ്. അതുകൊണ്ടാണ് കൊണ്ടു കൊടുത്തത് ഒരു അവതാരിക എഴുതി തരാൻ. ഇത് വായിച്ചു നോക്കിയപ്പോൾ ഇത് അച്ചടിച്ചു കഴിഞ്ഞാൽ തൻ്റെ പുസ്തകത്തിൻ്റെ നിലവാരം പോലും നഷ്ടമാകും. അതുകൊണ്ട് ആളോട് കൊടുത്ത് വേറൊരു അവതാരിക എഴുതിയിട്ട് ഡോക്ടർ എം ജി ശശിഭൂഷൺ എന്ന് പേരും വച്ചിട്ടാണ് അവതാരിക അച്ചടിച്ചു വന്നത്. എന്നിട്ട് എം ജി ശശിഭൂഷണ് പുസ്തകം കൊണ്ടു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പുസ്തകം താങ്കൾ വച്ചുകൊള്ളുക. എന്നിട്ട് പലരും വായിച്ചു ആ പുസ്തകം. CP നായരൊക്കെ, അതായത് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളൊക്കെ പുസ്തകം വായിച്ചിട്ട് ഇദ്ദേഹത്തെ തെക്കുംഭാഗം മോഹൻ സാറിനെ വിളിച്ച് ചോദിച്ചു അത്രേ, ഇത് ശശിഭൂഷൺ തന്നെ എഴുതിയതാണോ? ശശിഭൂഷൺ ഇത്രയും നന്നായിട്ട് എഴുതാനുള്ള ക്വാളിറ്റി ഒന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാമെന്നൊക്കെ പറഞ്ഞുവെന്ന് ആ മോഹൻ സാറിൻ്റെ വാക്കുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയത്. ഇത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഞാനിത് നുണ പറയുകയാണെന്ന്. മോഹൻ സാർ തന്നെ പറയും, ശശിഭൂഷൺ സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഈ രണ്ടുപേരെയും എനിക്കറിയാം. അപ്പോൾ രണ്ടു കൂട്ടർക്കും വേദന ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ തെക്കുംഭാഗം മോഹൻ സാർ പറയുന്ന വാക്കുകൾ തന്നെ കേട്ട് നോക്കുക. ഇയാളുടെ ഈ ആദ്യത്തെ ലേഖനത്തിൽ തന്നെ എൻ്റെ ഒരു വേലിത്തമ്പിയുണ്ട്. വേലിത്തമ്പിയുടെ ഒരു അവതാരിക എഴുതി ഇദ്ദേഹം എഴുതി കൈ കിട്ടിയപ്പോൾ എനിക്ക് തന്നെ അത് ബോറായി തോന്നി. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞല്ലോ, അന്ന് അറിയില്ലല്ലോ എനിക്ക്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ട് എഴുതിച്ചാണ് ഇത് അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അത് വായിച്ച മനുഷ്യർക്ക്, അത് വായിക്കുന്നവർക്ക്, CP നായർ മരിക്കുന്നതിന് 4 ദിവസത്തിന് മുമ്പ് എന്നെ വിളിച്ചത് അദ്ദേഹം പറഞ്ഞത് ശശിഭൂഷൺ എഴുതിയതാണ് ഈ അവതാരിക എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ തന്നെ എഴുതിയതാണ്. നോ, എനിക്കറിഞ്ഞൂടെ, ഞാൻ ഇത്രയും കാലം അയാളുടെ കൂടെ നടക്കുകയില്ലേ, എല്ലായിടത്തും പോയി, അതാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പോയിട്ട് അങ്ങനെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് പറയുന്നത്? എൻ്റെ പുസ്തകത്തിന് അങ്ങനെ അവതാരിക എഴുതിയതല്ല, ഞാൻ വേറെ ആളെ കൊണ്ട് എഴുതിച്ചാണെന്ന്. അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ അവതാരിക പറഞ്ഞിരിക്കും, ആ അവതാരിക എടുത്തു ചേർത്തിട്ടുണ്ട്. അവതാരിക എടുത്തു ചേർത്തിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് ശശിഭൂഷൺ എഴുതിയതാണോ? എങ്കിൽ എന്തുകൊണ്ടായാലും ഈ പുസ്തകം ഇതുപോലെ ആയില്ല. സംഭവം എഴുതാൻ കഴിയുന്ന ആളാണെങ്കിൽ, എഴുത്തുകാരനാണെങ്കിൽ, സ്വാഭാവികമായി നമ്മളൊരു ഡോക്ടർ ശശിഭൂഷൺ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരാൾ ഒരു പുസ്തകം എഴുതുമ്പോൾ
അതിന് അതിൻ്റേതായ ഐഡൻറ്റിറ്റി വേണം, അതിൻ്റെ സംസ്കാരം വേണം, അതിൻ്റെ ധ്വനി വേണം. ഇതൊന്നുമില്ലാതെ അങ്ങ് നമ്മുടെ നാട്ടിലെ നുണക്കഥ പറയുന്ന പോലെ അങ്ങ് അവിടെയാണ് ചിതറുന്നാൽ ബുദ്ധിഭ്രമമുള്ള ഒരു തന്തയുടെ മകനായിരുന്നു. എടാ, ഇതൊക്കെ ഈ നാട്ടുകാരെ എന്തിനാ അറിയിക്കുന്നത്? പിന്നെ ഈ വാക്കൊക്കെ കേട്ടല്ലോ, പിന്നെ നമുക്ക് ഒരാളോട് ഇഷ്ടക്കേട് തോന്നി, എനിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ മോശമാണ്, അല്ലെങ്കിൽ കൊട്ടാരം ചെയ്യുന്നതൊക്കെ മോശമാണ്, തിരുവിതാംകൂർ രാജവംശം എന്ന് പറയുന്നത് എന്താണ് യുവാക്കൾക്കാർക്കും ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തിൽ നിന്നങ്ങ് തേച്ചുമാച്ച് കളയാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണ്. പിന്നെ അവിടുത്തെ തമ്പുരാട്ടിമാരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലൊക്കെ എഴുതി പിടിപ്പിക്കുക, അതൊക്കെ തീരെ ഒരു കിട്ടാക്കനി പുളിക്കുമെന്ന്, കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്നൊക്കെ പറയുന്നത് പോലുള്ള രീതിയാണ്. അത് മാത്രമല്ല, എം ജി ശശിഭൂഷൺ സാറിൻ്റെ മകൻ പത്മനാഭൻ തമ്പി, അയാൾ പറയുന്നത് അയാൾ ഇരണിയൽ രാജകുടുംബത്തിലെ അംഗമാണെന്നാണ്. ആലോചിച്ച് നോക്കുക, എന്തൊരു മണ്ടത്തരമാണ്. ശശിഭൂഷൺ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു അത്ര, അത് രാജകുടുംബത്തിൽ നിന്ന്. ഈ ശശിഭൂഷൺ സാറിൻ്റെ മകൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ്, പത്മനാഭൻ തമ്പി പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ് ശശിഭൂഷൺ സാറിൻ്റെ ഭാര്യയെക്കുറിച്ച്. അതും തെക്കുംഭാഗം മോഹൻ സാർ പറയുന്നുണ്ട്. അത് പറയുന്നതിനെ കേൾക്കൂ. അയാൾ രാജാവിൻ്റെ മകനാണെന്ന് പറയുന്നത്, അയാൾ പറയുന്നു ഇരണിയിൽ രാജാവിൻ്റെ മകനാണ്. എങ്ങനെ മകനാവും ഇരണിയിൽ രാജാവ്? അപ്പം അയാൾ പറയുന്നത്, മകൻ പറയുന്നത്, എൻ്റെ അമ്മ ഇരണിയിൽ രാജാവാണ് ഗർഭിണിയാക്കി, അതിനുശേഷമാണ് അച്ഛൻ കെട്ടിയത്. ശശിഭൂഷൺ ഇല്ലായിരുന്നോ? എനിക്കറിഞ്ഞൂടാ. അതൊക്കെ ആ സാധു സ്ത്രീയല്ലല്ലോ, അവർ ഇവരുടെ ഒന്നുമില്ല, മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ മകനെ എന്തിനാണ് ഇവനെ ഇങ്ങനെ കടത്തി വെച്ചത്? ഇവനെ വളർത്തിയത് ഇയാളാണ്. ഇവന് ഒരു ദിവസം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാനവിടെ ചെന്ന് കഥ പറഞ്ഞ് ഒരുപാട് നേരം ഇരിക്കും. കഥ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരെ കുറിച്ച് ഇങ്ങനെ എന്തോ പറഞ്ഞു. ഇവനങ്ങ് എതിർത്തു. ഇവനങ്ങ് വന്നല്ലോ, ഞങ്ങൾ കൊട്ടാരത്തിൽ വിടുന്നുണ്ട്, കൊട്ടാരത്തിൽ തമ്പുരാട്ടിമാരെ അധിക്ഷേപിക്കരുത്, സംസാരിക്കരുത്. ഞാൻ പറഞ്ഞു, പോടാ, നീ അന്ന് സംസാരിക്കരുത്, എനിക്കറിയാം കൊട്ടാരത്തിൽ തമ്പുരാട്ടിമാരെ, നീ ആരാ പറയുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോരുന്നതാണ്. അപ്പോൾ അവനാണ് ഇപ്പോൾ ഇരണിയിൽ രാജവംശത്തിൽ നിന്ന് അനന്തപത്മനാഭൻ തമ്പി എന്ന് പറഞ്ഞ് എന്തൊരു പോഷത്തിലാണ് പറയുന്നത്. ഒരു പ്രശ്നവും ഇല്ല. അയാൾ ഞാൻ ചോദിച്ചാൽ പറയുന്നത്, മകനെവിടെയാ? അവനിവിടെ ഉണ്ട്, എവിടെയുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന മകൻ, ആ ഭാര്യ വീട്ടിലുണ്ട്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ദുരന്തമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം. ഈ ദുരന്തങ്ങളൊക്കെ ഒരുപക്ഷെ പേറുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഈ ദുരന്തങ്ങളൊക്കെ അതിജീവിക്കാൻ പെടാപ്പാട് പെടുന്നത് കൊണ്ടാകാം ഇങ്ങനെ നുണ എഴുതി ആളുകളെ വെറുപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ആത്മരതി എം ജി ശശിഭൂഷൺ സാറ് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും എം ജി ശശിഭൂഷൺ സാറിൻ്റെ ഈ മാഞ്ഞുപോയ ശംഖുമുദ്ര എന്ന് പറഞ്ഞ പുസ്തകം എന്തു പറയാനാ, ഈ ആളുകളെ വെറുതെ ഇങ്ങനെ കല്ലെറിയാൻ വേണ്ടി വെറുതെ എഴുതി ഉണ്ടാക്കിയതാണ്. ചരിത്രവുമായി അത്രയധികം നീതിയൊന്നും പുലർത്തുന്ന പുസ്തകമല്ലെന്ന് വായിച്ചു നോക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. കേരളത്തിൻ്റെ ചരിത്രം, അതായത് ഒരു ഡിഗ്രി ലെവലിലെങ്കിലും കേരള ചരിത്രം പഠിച്ചിട്ടുള്ള വ്യക്തികൾക്ക് കൃത്യമായും മനസ്സിലാകും ഈ പുസ്തകം അങ്ങനെ കേരള ചരിത്രത്തോട് നീതി പുലർത്തുന്ന ഒന്നല്ല എന്ന്. അത് തെക്കുംഭാഗം മോഹൻ സാർ സാക്ഷ്യപ്പെടുത്തിയാലും അല്ലെങ്കിലും എനിക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. ഒന്നൊന്ന് വായിച്ചു നോക്കുക.